ഞാൻ ചെയ്യാറുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ ഇത്. വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് ദിവസം വിസ്ഡം ടീത്ത് റിമൂവ് ചെയ്തിട്ട് റെസ്റ്റിലായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇത്. അപ്പോൾ കുറച്ചധികം നാളായി വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ എൻ്റെ മുഖം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല രീതിയിൽ നീരുണ്ട്. കുറച്ചൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, പേജ് നന്നായിട്ട് ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് പൊക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു ഷൂട്ടുണ്ട്. ഒരു പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു പഴയ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് റെഡി ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്ന് കണ്ണെഴുതി, ഒന്ന് പൊട്ട് തൊട്ടു, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ചുരിദാർ ഭയങ്കര ലൂസാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. പിന്നെ കണ്ണെഴുതി പൊട്ടിട്ടു, പിന്നെ ലിപ് ബാം ഇടാൻ മറന്നു. അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇറങ്ങാൻ പോകുമ്പോൾ തന്നെ ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ടാവും വിഷമത്തിൽ. നമ്മൾ ഇറങ്ങുന്ന നേരത്തെ ഇവളുടെ വിഷമം കണ്ടിട്ട് വേണം ഇറങ്ങാൻ. കാരണം വേറെ ഒന്നുമല്ല, അപ്പോൾ വിഷമം കണ്ടാൽ നമുക്ക് എങ്ങാനും പോവാതിരിക്കാൻ തോന്നിയാലോ എന്നായിരിക്കും അവളുടെ മനസ്സിൽ കേട്ടോ. അങ്ങനെ ഫസ്റ്റിലെ ഷൂട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വന്നതാണ്. ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ഷൂട്ടും കഴിഞ്ഞ് വന്നപ്പോഴും ഇത് ഒരാൾ ഇവിടെ നോക്കി നിൽക്കുക കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് എൻ്റെ പല്ലിൻ്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് എൻ്റെ പല്ലിൻ്റെ സ്റ്റിച്ചൊക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നെങ്കിലും മര്യാദയ്ക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. എല്ലാ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെങ്കിലും സമാധാനത്തോടെ ഇറങ്ങാൻ പറ്റിയില്ല. കാരണം ഒരാഴ്ചയും കൂടെ റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങളൊരു ഊണൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മര്യാദയ്ക്ക് കഴിക്കാനൊന്നും പറ്റില്ല, എന്നാലും ഒരു ഊണൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിഷൻ ചേട്ടനാണെങ്കിൽ ഊണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ നമ്മുടെ എല്ലാ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അവിടെ എത്തി ഊണൊക്കെ കഴിച്ചു. ഊണും പിന്നെ ചെമ്മീൻ റോസ്റ്റുമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ചെമ്മീൻ റോസ്റ്റിൻ്റെ മസാല ഉണ്ടല്ലോ, എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ച് ഇറങ്ങി നേരെ വീട്ടിൽ.